We're going to spend a few minutes with the word. ചില നിമിഷങ്ങൾ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Every time I come back to Trivandrum, one of the greatest highlights is going to Samchan and Jessimama's house. എല്ലാ പ്രാവശ്യവും തിരുവനന്തപുരത്ത് വരുമ്പോൾ പ്രിയ പാസ്റ്റർ സാം ജെസ്സിമാമ അവരുടെ സ്നേഹവും സന്തോഷവും അനുഭവിപ്പാൻ ദൈവം കൃപ തരുന്നു. I look forward to the time, and even more I look forward to the time when the three of us can pray together. ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിൽ സമയം ചിലവഴിക്കുന്നതിൽ അങ്ങനെയുള്ള സന്തോഷകരമായ നിമിഷങ്ങളെ ഞാൻ നോക്കി പാർക്കുകയാണ്. And every time we try to think about our past, we go all the way to 1988 and then we start to move 1 year into all the way up to now. ഓരോ പ്രാവശ്യവും പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 1988 എന്ന വർഷത്തിലേക്ക് ഞങ്ങളുടെ ചിന്തകൾ കടന്നു പോകണം. അന്ന് മുതൽ ഓരോ വർഷവും ദൈവം ചെയ്ത ആ നന്മകളെ ഓർക്കാറുണ്ട്. And through it all, we both talk about the faithfulness of God. ഓരോ പ്രാവശ്യവും നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയെക്കുറിച്ച് ഞങ്ങൾ പറയാറുണ്ട്. And the consistency of God. അതിലുള്ള ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ സ്ഥിരത ഞങ്ങൾ എപ്പോഴും ഓർക്കും. The fact that God never changes. ഒരു സത്യമുണ്ട്, നമ്മുടെ ദൈവം ഒരു നാളും മാറുന്നില്ല, അവൻ അനന്യനായ ദൈവമാണ്. And Samchan talked about the fellowship having 7 people, and now there's more than 7 people in this room, and there are multiple fellowships, there are multiple locations, and God is going to bless you more and more and more. But there was one day when there were only 7 people in a dingy room somewhere in Pattam. ചില വർഷങ്ങൾക്ക് മുമ്പ് 7 പേരോടുകൂടി തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് പട്ടത്ത് വെച്ച്. അത് ദൈവത്തിൻ്റെ മഹാകൃപയാൽ ഒരു വലിയ സമൂഹമായി വരുവാൻ തക്കുന്ന ദൈവം സഹായിച്ചു. ഇനിയും ദൈവം ഇതിനെ വലുതാക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. I mean, since Samchan told me yesterday evening to speak, I thought about one sermon, and then in the evening it became the second sermon, and I was sitting here and I have no idea what I'm going to say even now, because I'm getting a third sermon, but I'm just going to share it in about 10 minutes and then I'm going to sit down. ഇന്നലെ എന്നോട് വചനം സംസാരിക്കണമെന്ന് പാസ്റ്റർ സംസാരിച്ചപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു. ആദ്യമേ ഒരു മെസ്സേജ് വന്നു, പിന്നീട് മറ്റൊരു മെസ്സേജ് വന്നു. എന്താണ് പറയേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ദൈവസന്നിധിയിൽ ആലോചിച്ചു. എന്നാൽ ചില നിമിഷങ്ങൾ നിങ്ങളോട് ദൈവം പറഞ്ഞിട്ടിരിക്കും എന്നതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കും. I am a byproduct of this church. ഈ സഭയുടെ ഒരു ഉൽപ്പന്നമാണ് ഞാൻ. My formative years were with Samchan, though in a different church. My formative years were here in Trivandrum. എൻ്റെ തുടക്കം ഈ സഭയിൽ ദൈവദാസനോടൊപ്പമാണ്. ഞാൻ പല സ്ഥലങ്ങളിലായിരുന്നെങ്കിലും ഞാൻ അത് ഒരു നാളും മറക്കുകയില്ല. So from India I went to Australia for a few, and then it didn't work out there. I moved from Australia all the way back to the US, but I flew through India and I spent 2 days in Trivandrum. ഞാൻ ആദ്യമേ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയി. എന്നാൽ അവിടെ തുടരുവാനുള്ള സാഹചര്യമായിരുന്നില്ല. അതിനുശേഷം ഞാൻ അമേരിക്കയിലേക്ക് പോയി. എന്നാൽ അതിനിടയ്ക്കൊക്കെ ഞാൻ നാട്ടിൽ വരുമ്പോൾ 2 ദിവസമെങ്കിലും ഞാൻ ദൈവദാസനോട് സ്പെൻഡ് ചെയ്യാറുണ്ട്. Yeah, so the 2 days, so I left Sydney on the way to Louisville, Kentucky. I decided to travel through Trivandrum, spend 2 days in Trivandrum, and in that 2 days I got to go and meet Samchan's dad. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് കെൻഡക്കി എന്ന അമേരിക്കയിലെ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് 2 ദിവസത്തെ യാത്രയായിട്ട് നാട്ടിൽ വരികയും അല്പസമയം ഞാൻ പാസ്റ്ററോടും അദ്ദേഹത്തിൻ്റെ പിതാവോടൊപ്പം ചിലവഴിക്കുന്നതിന് ഞാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. And Appachan, at the end of the conversation between him and I, he struggled to get out of his bed, but he still got out of the bed. He said, "Vinod, stretch your hands out." And I stretched my hands out. He held my hands with both his hands and he prayed a prayer. പ്രിയ പിതാവ് അപ്പച്ചൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകുമ്പോൾ ക്ഷീണിതനായി കിടക്കയിലാണെങ്കിലും ബന്ധപ്പെട്ട് ആ കിടക്കയിൽ എഴുന്നേറ്റ് എന്നോട് പറയും, വിനോദ നിൻ്റെ കരം കൊണ്ട് നീട്ടുക, എന്നിട്ട് കരങ്ങളിൽ വെച്ച് ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. I truly believe that was the commission prayer that a man of God prayed over me that sent me to the US in 1996. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ദൈവഭക്തൻ എനിക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ചത് എന്നെ ആ വലിയൊരു ദൗത്യത്തിന് വേണ്ടി എന്നെ നിയോഗിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു എന്ന് ഞാൻ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു. 1996 is quite a while away. 1996 എന്ന് പറഞ്ഞ് ചില വർഷങ്ങൾക്ക് മുൻപിലാണ്. But since 1996, I got a pastorate church for about 10-12 years, and now God is using me in a church called River Valley
as one of the 4 elders of the church. ആ 1996 മുതൽ ഞാൻ അവിടെയുള്ള ഒരു സഭയിൽ പ്രവർത്തിക്കുന്നു. ചില വർഷങ്ങളായിട്ട് ഞാൻ അവിടെയുള്ള 4 പ്രധാന എൽഡേഴ്സിൽ ഒരാളായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നു. River Valley Church, we celebrated our 30th year this year. റിവർ വാലി ചർച്ച് എന്ന സഭയാണ് അവിടുത്തെ 30ാമത്തെ വാർഷികം ഞങ്ങൾ ഈ വർഷം ആഘോഷിക്കുകയാണ്. We started with about 30 people. 30 പേരുമായിട്ട് തുടങ്ങിയ ഒരു പ്രവർത്തനമാണത്. Now we are about 10,000 people. ഞങ്ങളിപ്പോൾ ഏകദേശം 10,000-ലധികം മെമ്പേഴ്സിനെ ദൈവം തന്നു. We are in about 10 locations in the city. 10 സ്ഥലങ്ങളിലായിട്ട് സിറ്റിയിൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. But there was one focus of the church, and this is where I'm going with my message today. There was one focus with the church that we never pulled away from. We were always focused on one thing. ഞങ്ങൾ 10 സ്ഥലങ്ങൾ ആരാധിക്കുന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധാലുക്കളായിരുന്നു എന്നുള്ളതാണ് സത്യം. And that was about missions. അതെന്ന് വെച്ചാൽ കർത്താവിൻ്റെ വേല എന്നുള്ളതാണ്. Our pastor, when he talks about the focus of the church, the mission of the church, he puts a bullseye and he says, this is going to be a missional church, a mission-focused church. ഞങ്ങളുടെ കർത്തദാസൻ ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പ്രത്യേകമായി ഊന്നി പറയാറുള്ളത് ദൈവസഭ എന്നുള്ളത് സുവിശേഷീകരണത്തിനായിട്ട് മുൻപോട്ട് കടന്നു പോകുന്ന സഭയായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ഊന്നി പറയാറുള്ളത്. About 8 years ago, the Lord spoke to him and said, you need to send 500 full-time missionaries from this church. 8 വർഷങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു 500 സുവിശേഷകരെ ഈ സഭയിൽ നിന്ന് അയക്കണം എന്ന് അദ്ദേഹം താല്പര്യപ്പെട്ടു. Full-time missionaries to the different parts of the world. വിവിധ സ്ഥലങ്ങളിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്ന പൂർണ്ണ സമയ സുവിശേഷകർ. Now we are at missionary number 278. We send 2 weeks ago we sent the 278 and 279 missionary out in the world. ദൈവത്തിന്റെ മഹാകരുണയാൽ 278 അങ്ങനെയുള്ള ദൈവദാസന്മാരെ സുവിശേഷകരെ പൂർണ്ണ സമയമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. As a church, I pray that we will start a journey today of being extremely missional. ഒരു സഭ എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുവിശേഷകരെ അയക്കുന്ന ഒരു മിഷണറി ചർച്ച് ആയിരിക്കണം എന്നുള്ളതാണ്. See, as a church, we make a choice. It's a choice that you and I make. Do we want to be an inward focusing church or do we want to be an outward focusing church? ഒരു സഭ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ താല്പര്യം എന്താണ്? നമുക്ക് ഈ സഭയ്ക്കകത്തുള്ള കാര്യങ്ങൾ മാത്രമാണോ ലക്ഷ്യം, അതോ നശിച്ചു പോകുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെക്കുറിച്ചുള്ള പുറത്തേക്കുള്ള നമുക്കൊരു ദർശനം നമുക്കുണ്ടോ? I can tell you our default nature is going to be an inward focusing church. നമ്മൾ മറിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം നമ്മൾ എപ്പോഴും അകത്തേക്ക് മാത്രം നോക്കുന്ന ഒരു സ്വഭാവക്കാരാണ്. We would always want to pray for somebody who is sick. We want to pray for somebody who needs money. We want to pray for another campus or another church. I mean, we can continue to pray for us and our needs till we die, and we can go into the grave that way. നമ്മുടെ സാധാരണ രീതി നമ്മുടെ സഭയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പുതിയ ബിൽഡിംഗ് കിട്ടുന്നതിനായിട്ട് പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള സ്വന്തമായ താല്പര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കുന്നവരാണ് നമ്മുടെ സ്വഭാവമായിട്ടുള്ളത്. But I pray that today God would start something so beautiful today where you would become outward focused. You stop thinking about you and your needs and you start thinking about the world and you start thinking about the nations. You start thinking about the people who need to hear the gospel and you shift your focus from your inward focus to an outward missional focus. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന നിങ്ങൾ ഓരോരുത്തരും അകത്തേക്ക് നോക്കി നമ്മുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധാലുക്കളായിരിക്കാതെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള ആ വലിയ ഭാരം ഉൾക്കൊള്ളുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കാനുള്ള താല്പര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. I'm going to repeat this again. I'm a product of this church. ഞാൻ ഈ സഭയുടെ ഒരു ഉൽപ്പന്നമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. Samchan's dad prayed and sent me from here. ദേവദാസിന്റെ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു സുവിശേഷ വേലയ്ക്കായിട്ട് എന്നെ അയക്കുകയായിരുന്നു. And his prayer has sustained me and God's grace has sustained me. ദൈവദാസന്റെ പ്രാർത്ഥനയും അതോടൊപ്പം ദൈവത്തിന്റെ മഹാകൃപയും എന്നോട് കൂടെ ഇരുന്ന് എന്നെ കഴിഞ്ഞ നാളുകളിൽ നടത്തുകയുണ്ടായി. 2 months ago, Linda and I, my wife and I, we were in Estonia in one of our mission bases.
2 മാസങ്ങൾക്ക് മുമ്പ് വിനോദും അദ്ദേഹത്തിന്റെ ഭാര്യ ലിൻഡയും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് എസ്റ്റോണിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. That's one of the countries just to the west of Russia. റഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള എസ്റ്റോണിയ ഒരു രാജ്യത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയി. We went there with a group of 8 other people to put the foundation of another church. അവിടേക്ക് കടന്നുപോയത് ഞങ്ങളോടൊപ്പം 8 പേരുണ്ടായിരുന്നു. അവിടെ ഒരു സഭയുടെ അടിസ്ഥാനം ഇടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ അവിടെ പോയത്. We picked a city in Estonia which was just by a river, and right across the river is Russia. ഞങ്ങൾ എസ്റ്റോണിയയിൽ പോയി ഒരു ചെറിയ പട്ടണത്തിൽ പോയി. അവിടെ അടുത്തൊരു നദിയുണ്ട്. അത് അല്പം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ റഷ്യ എന്ന രാജ്യത്തിലേക്ക് കയറുക. So we were told not to take our cameras out. We were told not to take any pictures because the whole place is as you can imagine, just a river away from Russia is not the safest place under the sun. But we went there, we prayed, and we put the foundation of a brand new church in that place. ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഞങ്ങളെ പലരും ഉപദേശിച്ചിരുന്നു, അവിടെ ക്യാമറ കൊണ്ടുവരുത്, വീഡിയോ കൊണ്ടുവരുത്. കാര്യം റഷ്യയോട് വളരെ അടുത്തൊരു സ്ഥലമാണ്. എന്നാൽ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ഒരു സഭയുടെ പ്രവർത്തനം തുടങ്ങുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. Last year we were in Turkey. കഴിഞ്ഞ വർഷം ടർക്കി എന്ന രാജ്യത്തിലായിരുന്നു. We started another church in Turkey. ഒരു പുതിയ സഭ ടർക്കിയിൽ തുടങ്ങുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചു. The year before we were in Sweden, and when we were in Finland. I mean, God is moving in every country that you can imagine. അതിനു മുമ്പ് സ്വീഡനിലായിരുന്നു, ഫിൻലൻഡിലായിരുന്നു. അവിടെ എല്ലാം പോയി കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ തക്കവണ്ണം ദൈവം. We are now close to 300 mission bases in the world. ഞങ്ങൾ ഇപ്പോൾ ഏതാണ്ട് 300 പേരടങ്ങുന്ന ഒരു സുവിശേഷ സംഘം ഞങ്ങൾക്കുണ്ട്. So we get to travel between these 300 mission bases that is split across in about 60 different countries. 60 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ 300-ലധികം പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി സന്ദർശിക്കാറുണ്ട്. I can tell you, when you shift your mind, when you ask the Lord to empower you, to strengthen you, to give you a grace to become missional, God will transform the church. ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ, നമ്മൾ വാസ്തവമായി കർത്താവേ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ എന്നെ ഉപയോഗിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം അതിനുള്ള കൃപ തന്ന് അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയ്ക്ക് ഭാഗവാക്കുകളാവാൻ ദൈവം നമ്മളെ സഹായിക്കും. We support about between 1,000 and 1,500 missionaries. 1000-1500ഓളം മിഷണറിമാരെ സുവിശേഷകരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. And when COVID hit us, in 2020, 2020-ൽ കോവിഡ് മഹാമാരി ഉണ്ടായപ്പോൾ like every church, our revenue started going down, our income started going down. എല്ലാ സഭകളുടെയും നമുക്കറിയാവുന്നവരുടെ അവരുടെ വരുമാനം വളരെയധികം കുറയുന്നതിനിടയായി തീർന്നു. And we as a church, we decided we're not going to stop supporting the pastors. Even if we have to sell one building after the other, we're going to sell every building that we have, and we're going to continue to support all the missionaries and pastors we have around the world. ഞങ്ങൾ ആ സമയത്തൊരു തീരുമാനമെടുത്തു, വേണ്ടി വന്നാൽ ഞങ്ങളുടെ ബിൽഡിങ്ങുകൾ, ഞങ്ങളുടെ ഹോളുകൾ വിൽക്കേണ്ടി വന്നാലും സുവിശേഷകന്മാർ കഷ്ടത അനുഭവിക്കാൻ പാടില്ല, അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുക്കുകയുണ്ടായി. Church, this is what I want to share with you. ഇതാണ് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ള We സന്ദേശം. have to shift our focus. നിശ്ചയമായിട്ടും നമ്മുടെ ശ്രദ്ധ നമ്മൾ തിരിത്തേണ്ടതായിട്ടുണ്ട്. One beautiful thing that this church is blessed with is your ability to pray. ഈ സഭയ്ക്കുള്ള ഏറ്റവും മനോഹരമായ ഒരു കാര്യം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ടെന്നുള്ളതാണ്. I mean, look at this. ഇത് തന്നെ നോക്കൂ, പ്രാർത്ഥനാലയം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. I want 50, 60, 70, 80, 100, 200 people to get in a plane and go to a country of your choice, and you just walk in that city and you pray and you fly back. നിങ്ങൾ 50, 60, 70 ഗ്രൂപ്പുകളായി മെമ്പേഴ്സായിട്ട് നിങ്ങൾ പ്ലെയിനിൽ കയറി ഏതെങ്കിലും സ്ഥലത്ത് പോയി കർത്താവ് ഒന്നുമല്ലെങ്കിൽ ആ സ്ഥലത്തോടൊന്ന് പ്രാർത്ഥനയോടെ നടക്കുമെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി നടക്കുവാൻ കൊണ്ട് സാധിക്കും. In about a year after I came to know the Lord, which is in 1989, 1989 ഞാൻ കർത്താവിനെ അറിഞ്ഞതിന് ഒരു വർഷത്തിന് ശേഷം I met an American company right outside my school in Pattam. ഒരു അമേരിക്കയിൽ നിന്ന് വന്നൊരു കുടുംബത്തെ കാണുമെന്ന് എൻ്റെ സ്കൂളിന് അടുത്ത് വെച്ച് എനിക്ക് കാണാൻ. They were from the state of Washington. അവര് വാഷിംഗ്ടൺ എന്നുള്ള സ്റ്റേറ്റിൽ നിന്നുള്ളവരായിരുന്നു. And they invited me to their house, which was in Keshwadasavaram. കേശവദാസപുരത്തിൽ അവരുടെ വീട്ടിലേക്ക് എന്നെ അവർ ക്ഷണിച്ചു. And so I looked at them and said, guys, what are you doing here? ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുവാ ഇവിടെ ചെയ്യുന്നത് ഈ പട്ടണത്തിൽ? And they both said, the only thing we're doing is we're just walking around the city of Trivandrum and we are praying. അവർ പറഞ്ഞു,
ഞങ്ങൾ മറ്റൊന്നും ചെയ്യുന്നില്ല. ഈ പട്ടണത്തിലൂടെ ഞങ്ങൾ നെടുകയും കുറേയും നടന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. So from Pattam they start walk. They walk all the way to Kerakekota and then they walk back. Every day they did that for 1 year. ഒരു വർഷത്തോളം അവർ പട്ടത്ത് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കിഴക്കേക്കോട്ട വരെ പോകുക, തിരിച്ചു വരിക, അങ്ങനെ എല്ലാ ദിവസവും ഏതാണ്ട് ഒരു വർഷത്തോളം അവരുടെ പ്രാർത്ഥനയിൽ അതിനുവേണ്ടി And they ചെയ്തു. walk. അങ്ങനെ അവർ നടന്നു പോകുമ്പോൾ And they walk and pray and walk and pray. And after a year was done, they got up in a plane and they left. ഒരു വർഷം അവരങ്ങനെ പോയി പ്രാർത്ഥിച്ചു, പോയി വന്നു. അതിനുശേഷം കർത്താവ് അവർ കൊടുത്ത സമയം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് അവരുടെ രാജ്യത്തിലേക്ക് They പോയി. did not preach anywhere. They did not teach anywhere. They didn't start a church. They didn't start a fellowship. They just walked for 1 year the same road from Pattam to Kerakekota and back. And after the year was done, after 365 days, they just left. അവർ ഒരു വർഷം എങ്ങും സഭയിൽ പോയി പ്രസംഗിച്ചില്ല, ഉപദേശിച്ചില്ല. അവർ ചെയ്തത് സിമ്പിളായിട്ടൊരു കാര്യമാണ്. പട്ടത്തുനിന്ന് കിഴക്കേക്കോട്ട് പോവുക, തിരിച്ചു വരിക, പ്രാർത്ഥിക്കുക. ഒരു വർഷം അവർ ആ വിശ്വസ്തയോടെ അത് ചെയ്തു. And right after that, God started to start fellowships after fellowships after fellowships. One youth group after another youth group after another youth group. One church after another church. From the early 90s, we saw a move of God that this city has not seen, including the formation of this church. നിങ്ങൾക്ക് അറിയാമോ, അതിനുശേഷം 1990 ശേഷം അവർ ആ ചെയ്തിട്ട് പോയ ഒരു വർഷത്തിനുള്ളിൽ അനേക പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, യൂത്ത് ഗ്രൂപ്പുകൾ, അങ്ങനെ വിവിധ സഭകൾ ഈ പട്ടണത്തിൽ തുടങ്ങുവാൻ കൊണ്ട് ദൈവം സഹായിച്ചു. അങ്ങനെ തുടങ്ങിയ സഭയിൽ ഒന്നാണ് ഈ സഭയും എന്നുള്ളത്. So that is my prayer for this church. ഈ സഭയോട് കുറിച്ചുള്ള ദൈവത്തോടുള്ള എൻ്റെ It is പ്രാർത്ഥനയാണ്. time that you stop focusing on yourself and your needs and you start focusing on the world and what the world needs. You want to start focusing on North India? Go start focusing on North India. You want to start focusing on countries that are close to the gospel? I want you to dream big. I want you to pray big. I want you to ask God for big things. I don't want you to think small or believe small, because the Word of God says without faith it is impossible to please God. എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഇത് മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ അകത്തേക്ക് മാത്രം നോക്കി, നമ്മളിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ആ സ്വഭാവത്തിന് വ്യത്യസ്തരായിട്ട് പുറത്തേക്ക്, ലോകത്തിലേക്ക്, ദൈവത്തെ അറിയാത്ത സമൂഹത്തിലേക്ക് നോക്കുക. അവിടേക്ക് പോകാനുള്ള ആഗ്രഹം ഉണ്ടാകുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് ചോദിക്കുക. നിശ്ചയമായിട്ടും ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല. And with this I'm going to close. God has invested incredible things in your heart and don't waste it. ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. വലിയവനായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഏറ്റവും ഉത്തമമായത് നിക്ഷേപിച്ചിട്ടുണ്ട്. അതിന് ഒരു നാളും നമ്മൾ വൃഥാ ആക്കരുത് എന്നൊരു കാര്യം ഓർപ്പിക്കട്ടെ. Continue to believe in God, that if God could use me, if one prayer from Samchand's dad could throw me into the world, and I can sit and talk about stories after stories after stories. Even when I was flying back here, I was looking at our mission station in Abu Dhabi, and I was meeting the missionaries there. God is moving in that city too. I mean, God is moving in every place, and God is doing something beautiful, because His second coming is going to come fast, and we better do what the Lord is asking us to do. ഞാനൊരു കാര്യം പറയട്ടെ. ഏഴയായ എന്നെ ദൈവം മഹത്വകരമായ നിലയിൽ ഉപയോഗിക്കുവാൻ തക്കണം ദൈവം പ്രസാദിച്ചെങ്കിൽ, ദൈവദാസിൻ്റെ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ ആ സുവിശേഷ വേലയോടുള്ള ഭാരത്തോടെ അയച്ച് അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷിയാവാൻ ദൈവം സഹായിച്ചു. ഞാനിപ്പോൾ മടങ്ങി വരുന്ന സമയത്തും അബുദാബിയിലുള്ള സഭയോടുകൂടെ സമയം ശരിയൊഴിപ്പാൻ ദൈവം സഹായിച്ചു. എന്നെ ദൈവം അങ്ങനെ ഉപയോഗിച്ചെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കുവാൻ വിശ്വസ്തനാണ്. So before I pray, പ്രാർത്ഥിക്കുന്നതിന് മുൻപ്, if there's anybody who is touched by what the Lord spoke today, I just want you to just stand up. If your mind is focused, or you want your mind focused on missions, just stand up. Don't worry about anybody else. You just stand up, because God's going to honor you. Just keep standing up. If the Lord is asking and moving in your heart for a heart of missions, just stand up. നിങ്ങളുടെ ആരുടെയെങ്കിലും ഈ സന്ദേശം കേട്ട് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രചോദിപ്പിക്കുന്നെങ്കിൽ, കർത്താവിന് വേണ്ടി എനിക്ക് ചിലത് ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ അതിനായി സമർപ്പിക്കുന്നു എന്ന് ഗൗരവത്തോടെ ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്കിപ്പോൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാവുന്നതാണ്. Now I'm going to ask people
who are surrounding that person, just put your hands on that person. If somebody is standing, if you can just lay your hands on the person who's close to you, who's standing. നിങ്ങൾ അടുത്ത് നിൽക്കുന്നവർ, എഴുന്നേറ്റിരിക്കുന്നവർക്ക്, ആ എഴുന്നേറ്റ് നിൽക്കുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ കരം അവരുടെ മേൽ വെച്ച് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കുവാൻ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. Heavenly Father, സ്വർഗീയ പിതാവേ, everyone who is standing, Jesus, ഇവിടെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഓരോ വ്യക്തിയെയും they chose to be humble and they stood up, Abba Father. അവർ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണല്ലോ കർത്താവേ. Your word says you give grace to the humble. അങ്ങയുടെ വചനം പറയുന്നു താഴ്മയുള്ളവർക്ക് അവിടുന്ന് കൃപ പ്രദാനം ചെയ്യുന്നു. Now we pray that you would give them grace. കർത്താവേ, അങ്ങയുടെ മഹാകൃപ അവരുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Grace to get into a plane and fly somewhere and pray for a nation. വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി ആ രാജ്യങ്ങളിലെ സ്ഥലങ്ങളിൽ പോയി കർത്താവിനെ കുറിച്ച് പറയുവാൻ പ്രാർത്ഥിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Grace so that their hearts will be filled with faith. അവരുടെ ഹൃദയം ദൈവത്തിലുള്ള വിശ്വാസത്താൽ നിറയേണ്ടതിനുള്ള കൃപ അവർക്ക് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. And in faith they will pray for the nations. വിശ്വാസത്താൽ അവർ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ They will pray for people of different color and creed. വിവിധ നിറത്തിലുള്ളവർ, വിവിധ ജാതിയിലുള്ളവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ that you will listen to their prayer. അവരുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കുമല്ലോ കർത്താവേ. Honor them, Father, അവരെ അവിടുന്ന് മാനിക്കുമല്ലോ കർത്താവേ. because they have chosen to honor you by standing up today. അവര് ദൈവത്തെ മാനിച്ചുകൊണ്ടാണ് അവർ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് കർത്താവേ. We know that you will honor them and you will strengthen them. അവിടുന്ന് അവരെ മാനിക്കുക മാത്രമല്ല അവരെ ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവമാണല്ലോ കർത്താവേ. May you take all the glory and all the honor. എല്ലാ മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. In Jesus' name together to യേശു pray. കർത്താവിന്റെ ധന്യനാമത്തിൽ യാചിക്കുന്നു സ്വർഗ്ഗീയ പിതാവേ. Amen. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.